ആയുസ് വർദ്ധിപ്പിക്കാൻ എന്താ ചെയ്യണ്ടേ? ആയുസ് വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഒരു ധനം ഉണ്ടാകാൻ വേണ്ടി മന്ത്രം പറഞ്ഞു കൊടുത്തു. പറയാം. ആ മന്ത്രം അന്ന് ചോദിച്ചപ്പോ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു എനിക്കത് കാണാൻ അറിയില്ല എന്ന് പറഞ്ഞു. അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ മന്ത്രം ഒന്ന് ചൊല്ലിക്കൊടുക്കും. അതായത് ഈ മന്ത്രം ജപിക്കുന്നത് ധനമുണ്ടാകാൻ വേണ്ടി, ധനമുണ്ടാവാണ്. പിന്നെ ധനമുണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ വശ്യമുള്ള മന്ത്രമൊക്കെ ഉണ്ട്. ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനമുണ്ടാവും. ഇതൊക്കെ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ധനം വരും. ധനം മാത്രമല്ല ഐശ്വര്യം ഉണ്ടാവും. ധനം മാത്രമായിട്ട് കാര്യമില്ല, സമാധാനം വേണ്ടേ? ആണുങ്ങൾക്ക് എത്തിക്കാൻ വിളക്ക്, സ്ത്രീകൾക്ക് തന്നെ വേണമെന്നില്ല. ആർക്കൊരു വിളക്ക് എത്തിച്ചാൽ ആ വീട്ടിൽ ദൈവാധീനം വരും. രാവിലെയാണ് ലക്ഷ്മി ദേവി വരുന്നത്. ആ സമയത്ത് നമ്മൾ വീട് അടച്ചിട്ട് വരാഹി ദേവി ജപിക്കാൻ നമ്മൾ ഏത് മന്ത്രമാണ് ഉപയോഗിക്കുന്നത്? വരാഹി ദേവി ജപിക്കാനായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മന്ത്രം തേങ്ങ വഴിപാട് ചെയ്യും. കാര്യം നടക്കൂട്ടോ, ശരിയാത്. കാര്യസാധ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതാണ് വരാഹി ദേവി. ഗണപതി, വരാഹി ദേവി, ഇവരൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി, സുബ്രഹ്മണ്യൻ കാര്യസാധ്യത്തിന് വേണ്ടി, ഗണപതിയും വിഘ്നങ്ങൾ മാറ്റാൻ കാര്യസാധ്യത്തിന് പ്രാർത്ഥിക്കും. കാട്ടുപന്നിയുടെ മുഖമുള്ള ബാക്കി രൂപങ്ങൾ രാത്രി കാലങ്ങളിൽ നമ്മൾ 8 മണി കഴിഞ്ഞിട്ട് നമ്മൾ ഏകാന്തമായിട്ട് ദുശ്ചിന്തകളൊന്നുമില്ലാതെ മനസ്സ് ശുദ്ധമാക്കിയിട്ട് വേണം ജപിക്കാനായിട്ട്. നമ്മൾ ലളിതാംബിക ദേവി, നമ്മൾ പരാശക്തി ദേവി, ആ ദേവിയുടെ കാര്യം നമ്മൾ നേരിട്ട് പറഞ്ഞേക്കാൾ വാരാഹി ദേവിയോട് പറഞ്ഞാൽ നടക്കും. വാരാഹി ദേവി സഡൻ ആക്ഷനാണ്, ലെഫ്റ്റനന്റ് കമാൻഡറാണ്. നമ്മ ഈ വരാഹി ദേവി ആരാ? ഈ വരാഹി ദേവി സപ്തമാതാക്കളുടെ ഒരാൾ, 5ാമത്തെ ആളാണ് ഈ വരാഹി ദേവി. ആദ്യകാലം അത്ര പ്രശസ്തി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര പ്രശസ്തിയാണ് വരാഹി ദേവിയുടെ. അത് ദേവിയുടെ നല്ല കാലം. അപ്പോൾ നമ്മുടെ ഈ ആമേടലൊക്കെ ഉണ്ട്, ഗണപതിക്കും ശിവനും നടക്ക് സപ്തമാതാക്കളുണ്ട്. അതിൽ വാരാഹി 5ാമത്തെ ദേവി, പഞ്ചമി ദേവി എന്നും പറയും. വാരാഹി ദേവി എന്ന് പറഞ്ഞാൽ ലളിതാംബികയുടെ ലെഫ്റ്റനന്റ് കമാൻഡറാണ് വരാഹി ദേവി. ഇപ്പം നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോൾ നന്ദിയോട് പറഞ്ഞിട്ട് അകത്ത് കയറുക, അങ്ങനെയാണ് ചടങ്ങ്. നന്ദി തുടരുത്, നന്ദി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദിയുടെ വാലിൽ തൊട്ട് അനുവാദം മേടിച്ചിട്ട് വേണം കയറാനെന്നാണ് ചില ആചാര്യന്മാർ പറയാറ്. വാലിലും തൊട്ടും തുടരുന്ന പറയുക, ചെവിയിൽ പറഞ്ഞിട്ട് പോവുക, ചെവി കാര്യം പറഞ്ഞാൽ നടക്കുന്ന പറയണത്. അതേപോലെ തന്നെ ഈ നമ്മൾ ലളിതാംബിക ദേവി, നമ്മൾ പരാശക്തി ദേവി, ആ ദേവിയുടെ കാര്യം നമ്മൾ നേരിട്ട് പറഞ്ഞേക്കാൾ വാരാഹി ദേവിയോട് പറഞ്ഞാൽ നടക്കും. വാരാഹി ദേവി സഡൻ ആക്ഷനാണ്, ലെഫ്റ്റനന്റ് കമാൻഡറാണ്, സഡൻ ആക്ഷനാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതിനൊക്കെ കുറേ പറിച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. അത് എലിയപ്പോൾ കിട്ടും, 10 ദിവസം കൊണ്ട് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് കറക്റ്റായ രീതിയിൽ നല്ല കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. അത് രാത്രി 8 മണി കഴിഞ്ഞാലാണ്. ഈ കാട്ടുപന്നിയുടെ മുഖമാണ് ദേവിക്ക്. അപ്പോൾ ആ രാത്രി കാലങ്ങളിലൊക്കെയാണ് ഇതിന് കൂടുതൽ ശക്തിയുള്ളത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ 8 മണി കഴിഞ്ഞിട്ട് നമ്മൾ ഏകാന്തമായിട്ട് ദുശ്ചിന്തകളൊന്നുമില്ലാതെ മനസ്സ് ശുദ്ധമാക്കിയിട്ട് വേണം ജപിക്കാനായിട്ട്. വരാഹി ദേവി അത്ര പവർഫുൾ ആണ്, അങ്ങനെ പവർഫുള്ളാണ്. കാട്ടുപന്നിയുടെ മുഖമുള്ള ബാക്കി രൂപങ്ങൾ, ബാക്കി സാധാരണ സാരി കൊടുക്കുന്നത്, മുഖം മാത്രം അങ്ങനെയാണ്. ഈ വരാഹ രൂപം നമ്മൾ കേട്ടിട്ടുണ്ട്. വരാഹത്തിന്റെ ഭാര്യ വരാഹി. അതാണ്. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് വരാഹി ദേവി നമ്മൾ ജപിക്കുന്നത്? വരാഹി ദേവി നമുക്ക് ധനം ഉണ്ടാവാൻ നല്ലതാണ്. കാര്യസാധ്യത്തിനാണ് ഏറ്റവും. ധനം മാത്രമല്ല, ഇപ്പം എല്ലാവർക്കും ധനമാണല്ലോ വേണ്ടത്. കാര്യസാധ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതാണ് വരാഹി ദേവി. ഗണപതി, വരാഹി ദേവി, ഇവരൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി, സുബ്രഹ്മണ്യൻ കാര്യസാധ്യത്തിന് വേണ്ടി, ഗണപതിയും വിഘ്നങ്ങൾ മാറ്റാൻ കാര്യസാധ്യത്തിന് പ്രാർത്ഥിക്കും. ഇപ്പോൾ രാവിലെ നമ്മൾ വരാഹി സബ്ജക്റ്റ് അത് പറയാം. അപ്പോൾ വരാഹി വിളക്കെത്തിക്കണമെന്നൊന്നുമില്ല. ചിലർ വരാഹി ദേവിയുടെ വിഗ്രഹം വെച്ച് പൂജിക്കുന്നവരുണ്ട്. അതൊക്കെ കൃത്യമായി പൂജിച്ചില്ലെങ്കിൽ മുടങ്ങിപ്പോയാൽ പ്രശ്നമാണ്. അത് വിഗ്രഹമൊക്കെ മേടിച്ച് വയ്ക്കുമ്പോൾ വളരെ ദിവസം അഭിഷേകമൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിച്ചാൽ മതി വിളക്കിനെ, പ്രശ്നമില്ലല്ലോ. എല്ലാം സങ്കല്പമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വരാഹി ദേവിക്ക് പഞ്ചമിക്ക് തേങ്ങ വഴിപാട് ചെയ്യും. കാര്യം നടക്കൂട്ടോ, ശരിയാത്. അത് വരാഹി ദേവി ക്ഷേത്രങ്ങൾ ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, ആമേടയിലുണ്ട്, തൃശ്ശൂരുണ്ട്, പിന്നെ ഇവിടെ തിരുവനന്തപുരത്തുണ്ട്, പിന്നെ എവിടെയൊക്കെ ഉണ്ട്. എനിക്ക് അത്ര കൃത്യമായിട്ടറിയില്ല. ആമയുടെ ഞാൻ പോയി. വരാഹി ദേവി ജപിക്കാൻ നമ്മൾ ഏത് മന്ത്രമാണ് ഉപയോഗിക്കുന്നത്? വരാഹി ദേവി ജപിക്കാനായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മന്ത്രം ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി വരാഹിയേ നമ. അതാണ് ഏറ്റവും വരാഹി ദേവി നമ. അത് ജപിക്കുമ്പോൾ നമ്മൾ ഈ സ്വയംവര മന്ത്രം പോലത്തെ ഒരു മന്ത്രമാണ്. അത് രാത്രി കഴിഞ്ഞിട്ട് നമ്മളൊരു 108 പ്രാവശ്യം ജപിച്ചിട്ട് നമ്മുടെ കാര്യം പറഞ്ഞാൽ, സത്യസന്ധമായ കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഭർത്താവിന് ധനം ഉണ്ടാവണം, എനിക്ക് ധനം ഉണ്ടാവണം, വീട് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നടക്കും. ഏതെങ്കിലും മാർഗത്തിൽ നമുക്ക് വഴി കാണിച്ചു തരും. കാരണം നാളെ പിറ്റേ ദിവസം വീട് കൊണ്ട് തരികയല്ല, അത് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങൾ നമുക്ക്. അതെ, വിഷുവിൻ്റെ കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ പഞ്ചമി പൂജ ചെയ്യാം. അത് കറുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന പഞ്ചമി ഉണ്ടാവും. ആ പഞ്ചമിയാണ് വെളുത്ത പഞ്ചമി. അത് ധനം ഉണ്ടാവാനായിട്ട്.
അത് കഴിഞ്ഞ് വെളുത്ത വാവ് കഴിഞ്ഞിട്ട് ഒരു കറുത്ത പഞ്ചമി, അത് ശത്രുദോഷമൊക്കെ തരാം. ഇത് രണ്ടിനും നമ്മൾ പഞ്ചമി പൂജ ചെയ്യും. അതായത് തമിഴ് സമ്പ്രദായമാണ്, നമ്മുടെ സമ്പ്രദായം അല്ല അത്. അതായത് ഒരു തട്ടത്തിൽ പച്ചരിയിട്ട് അതിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അതിനകത്ത് തേങ്ങ ഉടച്ച് വെച്ച് അതിനകത്ത് നെയ്ത്തിരി കത്തിച്ച് വരാഹി മന്ത്രം ചൊല്ലുകയാണെങ്കിൽ നല്ലതാണത്. അപ്പോൾ വരാഹി ദേവിയുടെ ചിത്രമോ ബിംബമോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. വിളക്കിൽ തന്നെ പ്രാർത്ഥിക്കാം, വിളക്കിനെ അതായി കണ്ട് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ വേണമെന്ന് ചിത്രം വയ്ക്കാം, വരാഹിയുടെ വിഗ്രഹം വെച്ചാൽ അതിന് അഭിഷേകം കാര്യങ്ങളൊക്കെ മുടങ്ങാണ്ട് ചെയ്യണം. അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിൽ പറ്റൂല. നമ്മളിപ്പോൾ എന്നും ചെയ്യണം പറ്റുന്ന ആൾക്കാർ, വിളക്കെത്തിക്കാൻ മടിയുള്ള ആൾക്കാർ വരാഹി പൂജ ചെയ്യും. ഉറപ്പായിട്ടും രാവിലെ വിളക്ക് ഞാനത് രാവിലെ എല്ലാ ദിവസവും പറയും, ഞാൻ ഓഫീസിൽ 10 മണിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഉള്ളവരോട് വിളക്ക് എത്തിക്കണമെന്ന് പറയും, പറഞ്ഞേൽപ്പിക്കും. പക്ഷെ ഞാൻ ആ ആലുവ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഞാനത് ഓർക്കുമ്പോൾ താമസം വരുന്ന ദിവസങ്ങളിൽ ഞാൻ വിളിച്ചു ചോദിക്കും, വിളക്ക് കത്തിച്ചോ? ഇല്ല. അത് ഓഫീസല്ലേ. വീടുകളിൽ 6 മണിക്ക് വിളക്കെത്തിക്കണം. രാവിലെയും വൈകുന്നേരം 6 മണിക്ക് വിളക്കെത്തിക്കണം. ഈ 6 മണിക്ക് എനിക്ക് കുളിച്ച് വിളക്കെത്തിയാൽ മടിയുണ്ട്. അത് നമുക്ക് ധനം വരണം കൊണ്ട് കാര്യമില്ല. ഉച്ചവരെ കിടന്നുറങ്ങിയിട്ട് അയ്യോ ധനം എന്ന് പറഞ്ഞാൽ വരില്ല. ഈ പണ്ടൊക്കെ എൻ്റെ വീട്ടില് അമ്മയ്ക്ക് പിന്നെ പശുവും വീട്ടിലെ കാര്യങ്ങളും ഞങ്ങൾ സ്കൂളിൽ പോക്കൊക്കെ ഉള്ളതുകൊണ്ട് ജോലി ഉള്ളതുകൊണ്ട് വിളക്ക് കത്തിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് അച്ഛനും പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ രാവിലെ എഴുന്നേറ്റ് ഉടനെ കുളിച്ച് വിളക്ക് കത്തിച്ചിട്ട് അടുക്കളയിലേക്ക് പോകാറുള്ളൂ. വൈകുന്നേരം അത് വീട്ടിൽ സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങളുടെ വീട്ടിലൊന്നും കത്തിക്കാറുണ്ട് വിളക്ക്. ഇപ്പൊ ഞാൻ കത്തിക്കണം. ആദ്യമൊന്നും എനിക്കും പറഞ്ഞ നേരം ഉണ്ടായില്ല, വേറെ ആരെയും കത്തിക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ റിട്ടയർമെന്റ് ആയി. ഈ ചില വീടുകളിൽ ഈ ഹൈന്ദവ ആചാരങ്ങൾ പിന്തുടരുന്ന വീടുകളിൽ അന്തിതിരി പോലും കത്തിക്കാറില്ല. ഇല്ല, സത്യമാണത്. അപ്പൊ അവർക്ക് പണ്ട് ധനമില്ല, പണമാണ്, കഷ്ടപ്പാടാണെന്നൊരു കാര്യമുണ്ടോ? കഷ്ടപ്പാടുണ്ടോ? ഈ ലക്ഷ്മി ദേവി വരണമെങ്കിൽ വൃത്തിയും ശുദ്ധവും അടുത്ത് ലക്ഷ്മി ദേവി വരുള്ളൂ. അപ്പൊ ലക്ഷ്മി ദേവിയുടെ ലക്ഷ്മിമാരുടെ വരാഹി. ഈ അമ്മയും വരൂല. നമ്മൾ വൃത്തിയും ശുദ്ധിയുള്ളടത്തുള്ളൂ. വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ച് വൃത്തിയായിട്ട് വീടിനെയും അതുപോലെ പൂജാമുറി വിളക്കുകളൊക്കെ തേച്ച് പിടിപ്പിച്ച് വൃത്തിയുടെയും മാത്രമേ ദൈവം വരുള്ളൂ. കറുത്ത വിളക്ക് കത്തിച്ചിട്ട് കാര്യമില്ല. കറുത്ത വിളക്ക് എന്ന് പറഞ്ഞാൽ തേച്ച് ഇടാത്ത വിളക്കായിരിക്കും. അതൊന്നും കത്തിച്ചിട്ട് കാര്യമില്ല. വിളക്കിൽ 5 തിരിയിട്ട് കത്തിച്ച് ഒരു കിണ്ടിയിൽ വെള്ളവും വെച്ച് ഒരു ചന്ദനത്തിരിയും കത്തി വെച്ചാൽ അവിടെ കുറച്ച് പുഷ്പം കൊണ്ട് വെച്ചാൽ ആ വീട്ടിൽ ഐശ്വര്യം എന്തായാലും വരും, ഉറപ്പായിട്ടും വരും. ഒരു 10-21 ദിവസം കഴിയുമ്പോഴേക്കും അവിടെ ലക്ഷ്മി ദേവിയുടെ ഒരു വിളയാട്ടുണ്ടാവും. അതൊക്കെ ഒരു ചിട്ടയായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യില്ലാരും. അതുപോലെ വൈകുന്നേരം ഇപ്പോൾ ജോലിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു ചോദിക്കും. വന്നിട്ട് കത്തിക്കണം. അതിനപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക? 8 മണിക്ക് വരുന്നെങ്കിൽ അവർക്ക് 6 മണിക്ക് കത്തിക്കാൻ പറ്റുമോ? പക്ഷെ രാവിലെ കത്തിക്കാമല്ലോ. ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടാവുമല്ലോ. ആണുങ്ങൾക്ക് കത്തിക്കാൻ വിളക്ക്, സ്ത്രീകൾക്ക് തന്നെ വേണമെന്നില്ല. ആർക്കും വിളക്ക് കത്തിച്ചാൽ ആ വീട്ടിൽ ദൈവാധീനം വരും. രാവിലെയാണ് ലക്ഷ്മി ദേവി വരുന്നത്. ആ സമയത്ത് നമ്മൾ വീട് അടച്ചിട്ട് വിളക്ക് തിരിയിലായിരുന്ന തെറ്റാത്. 6 മണിയാകുമ്പോൾ വാതിലൊക്കെ തുറന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ ഒരു മന്ത്രമൊക്കെ ഉണ്ട്. വാതിൽ തുറക്കുമ്പോൾ വരലക്ഷ്മി വാ വാ എന്ന് പറയണം. അത് തമിഴാചാരമാണ്. ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് ഉണ്ടായിരുന്നപ്പോൾ കേട്ട കഥകളതൊക്കെ. അവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ഒരു മാവിലെ തോരണമൊക്കെ തൂക്കും. നമ്മളതൊന്നും ചെയ്യാറില്ല. മാവിലെ തോരണമൊക്കെ തൂക്കും വെള്ളിയാഴ്ച. തോരണമുണ്ടാവും, വാതിലൊരു വലിയ തിലകക്കുറി ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അത് അവരുടെ അത് നല്ല കാര്യമായിരിക്കും. അവർക്കാർക്കും ബുദ്ധിമുട്ടുള്ളവർ കോലം വരയ്ക്കും. ഈ കോലം വരയ്ക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പാലക്കാട് കൽപ്പാത്തി തെരഞ്ഞെടുപ്പ് കിടക്കുന്നുണ്ട്. അവിടുത്തെ കുറെ വിശേഷങ്ങളൊക്കെ നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും, നമ്മൾ പോകുമ്പോഴും കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ടർ ചാനലിലാണെന്ന് തോന്നുന്നു, അരുൺകുമാർ ഇങ്ങനെ ബൈറ്റ് പോകുമ്പോൾ ഒരച്ഛൻ പറയാണ് ഈ കോലം വരയ്ക്കുന്നത് അരിപ്പൊടി കൊണ്ടാണ്. അപ്പം അതെ അതെ അതെ. അപ്പൊ ഇദ്ദേഹം ചോദിക്കാണ് ഇത്രയും പിന്നെ ഉണ്ടെങ്കിൽ ഒരു കുറ്റി പുട്ടു പുഴുങ്ങാനുള്ള അരിപ്പൊടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പുറകെ ഇരിക്കുന്ന സ്വാമി പറയാണ് ഇത് ഉറുമ്പുകൾക്ക് ഭക്ഷണം. അതൊരു സംഭവമാണ് സത്യം. പിന്നെ ഇപ്പൊ കോലം വരച്ചില്ലെങ്കിൽ നമ്മൾ ഇത്തിരി പഞ്ചസാരയും അരിപ്പൊടിയും കൂടി പൊടിച്ചു വെച്ചിട്ട് കുറേശ്ശെ മുറ്റത്തിട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് വരും. തൂരി ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പിന് ഭക്ഷണം കൊടുക്കാൻ നല്ലതാ. കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കും പിതൃദോഷം തീരാനായിട്ട്. കാക്കയ്ക്ക് തെക്ക് വശത്ത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കും. സാധാരണ കാക്ക വീട്ടിൽ വന്നാൽ എറിഞ്ഞോടിക്കും. ഈ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കാക്കയെ വിളിച്ചു വരുത്തി ആഹാരം കൊടുക്കും. കാക്കയ്ക്ക് ഞങ്ങളുടെ വീട്ടിലൊക്കെ കൊടുക്കും കേട്ടോ. തെക്ക് വശത്ത് ഒരു കല്ലിട്ട് അതിനകത്ത് എപ്പോഴും ചോറ് കൊടുക്കും കാക്കയ്ക്ക്. കാരണം അത് പണ്ടേ ആചാരമാണ്. നല്ലതാണെന്ന് ഇപ്പോൾ പറയണു. പണ്ടറിയില്ലായിരുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിദോഷം തീരാൻ കാക്കയ്ക്ക് ചോറും അത് കാണാനില്ല. എച്ചിലൊന്നുമല്ല കേട്ടോ. നമ്മൾ പച്ച ചോറ് എടുക്കണം ആദ്യം. ആ ചോറിൽ കുറച്ച് എള്ളും നെയ്യും കൂടി ചേർത്ത് കാക്കയ്ക്ക് കൊടുത്താൽ പിതൃദോഷം തരും. ഇതൊക്കെ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ധനം വരും. ധനം മാത്രമല്ല ഐശ്വര്യം ഉണ്ടാവും. ധനം മാത്രമായിട്ട് കാര്യമില്ല, സമാധാനം വേണ്ടേ. വീട്ടിൽ പൂച്ച കയറി വരുന്നത് നല്ലതാ. പൂച്ച കയറി നല്ലതാ. പൂച്ച കയറി വരുന്ന പൂച്ച വളർത്തുക എന്നുള്ളത് ദുഷ്കരമാണ്. അതിന് രോമമൊക്കെ ചെന്ന് അസുഖം വരും. മണം അതൊക്കെ മൂത്രമൊന്നും പൂച്ച ഒഴിക്കലകത്ത് പുറത്തു പോകും. പൂച്ച വൃത്തിയേടാക്കി ചില പൂച്ചകൾ കാർപ്പറ്റിലൊക്കെ മൂത്രമൊഴിച്ചു. എനിക്ക് അറിഞ്ഞൂടാ അത്. സാധാരണ പൂച്ചകളുടെ വീട്ടിൽ പൂച്ചയില്ല. സമ്പ്രദായം എങ്ങനെയാ പുറത്തു പോയി സാധിച്ചിട്ട് വരുന്നൊക്കെ പറയാം. എന്തായാലും ഈ വരാഹി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ല ഇതാണ്. വരാഹി ദേവിയുടെ 3-4 മന്ത്രങ്ങളൊക്കെ ഞാൻ
കൊണ്ടുവന്നിട്ടുണ്ട്, പറയാം. പറയാമോ? ജപിക്കാനായിട്ട് നല്ലത്. എനിക്ക് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഒരു ധനമുണ്ടാകാൻ വേണ്ടി മന്ത്രം പറഞ്ഞു കൊടുത്തു. പറയാം. ആ മന്ത്രം അന്ന് ചോദിച്ചപ്പോ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു എനിക്കത് കാണാൻ അറിയില്ല എന്ന് പറഞ്ഞു. അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ മന്ത്രം ഒന്ന് ചൊല്ലിക്കൊടുക്കും. പറയാം, ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ മന്ത്രം ജപിക്കുന്നത് ധനമുണ്ടാകാൻ വേണ്ടി, ധനമുണ്ടാവാണ്. പിന്നെ ധനമുണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ വശ്യമുള്ള മന്ത്രമൊക്കെ ഉണ്ട്. അതാണ് ഈ മന്ത്രമാണ്. സൗന്ദര്യലഹരിയിലെ 33-ാം ശ്ലോകമാണിത്. ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനമുണ്ടാവും. അത് 3 പ്രാവശ്യം ജപിക്കുക മിനിമം, ഇല്ലെങ്കിൽ 108 പ്രാവശ്യം ജപിക്കുക. 108 പ്രാവശ്യം ജപിച്ചവർക്ക് ധനമുണ്ടായി ഇഷ്ടംപോലെ അനുഭവമുണ്ട്. ഞാൻ ചൊല്ലട്ടെ. സ്മരം യോനീം ലക്ഷ്മീം ഹൃദയ മിതമാധൗ തപമനോർ നിതായേ നിത്യേ നിരവധി മഹാഭോഗരസിമ ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബന്ധാക്ഷ വലയ ശിവഗ്നൗ ജുഹ്വാന്ത സുരഭീം ഹൃദധാരാഹുതി ശതേ. സംസ്കൃതമാണിത്. ഇത്രയേ ഉള്ളൂ. അതിന് ഈ മന്ത്രം തന്നെ തങ്കത്തകടോ വെള്ളിത്തകടോ എഴുതിയിട്ട് പൂജിച്ച് 1000 ഉരു ജപിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് ഐശ്വര്യം ഉണ്ടാവും. അമ്മ അത് ചെയ്ത് കൊടുക്കുമോ? കൊടുക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അതിന് പണിയാണ്, പക്ഷെ ആരും മൂല്യം കാണില്ല. നമ്മൾ വെള്ളിത്തകടിൻ്റെ പൈസ കൊടുക്കണം, 200 രൂപ കൊടുക്കണം. അത് കിട്ടണമെങ്കിൽ അതിലിത് എഴുതി 10,000 രൂപ ജപിക്കണം. അതിനാണ് ഗുണമുള്ളൂ. 1000 എന്ന് പറഞ്ഞാൽ 10,000 ജപിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ സൂക്ഷിച്ച് വെക്കണം. അതുപോലെ അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കും. അതുപോലെ റെസ്പെക്ട് ചെയ്യുന്നവർക്ക് കൊടുക്കാറുണ്ട്. നല്ലതാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. അപ്പം ഇത് ജപിച്ചാൽ ധനമുണ്ടാകും. ജപിച്ചാൽ പോരാ, ജോലി ചെയ്യണം. ധനാഗമാർഗങ്ങൾ നമ്മളിലേക്ക് വരും. ഇപ്പോൾ ഒരു കച്ചവടം നടത്തുന്ന ആളാണ്. ഇതൊരു വെള്ളിത്തകടിൽ എഴുതി വെച്ചിട്ട് ദിവസം ജപിക്കണം. എഴുതി വെച്ചാൽ പോരാ, അത് 3 പ്രാവശ്യം 108 ജപിക്കാൻ പറ്റിയെന്നില്ല എല്ലാവർക്കും. 3 പ്രാവശ്യം ജപിച്ചിട്ട് ആ തകടവിടെ നിങ്ങളുടെ ബുക്കിൽ ദൈവികമായ പുസ്തകങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ ജ്ഞാനപ്പാനോ അതിൽ വെച്ചിട്ട് ദിവസവും അതിനെ തൊട്ട് തൊഴുക. അതിൻ്റെ അകത്തിരുന്നാൽ മതി, പുറത്തു വേണ്ട. ഒരു വിളക്ക് കത്തി വെച്ചാൽ അവിടെ നല്ല വിളക്കത്തിക്കോ ലൈറ്റ് ഇടുകയോ എന്നും ചെയ്യാം. ലൈറ്റിൽ വലിയ കാര്യമില്ല, ചന്ദനത്തിൽ കത്തിക്കോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കച്ചവടം നല്ലോണം ഉണ്ടാവും. പിന്നെ നമ്മൾ ക്യാഷ് ബോക്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുർച്ചെലവ് വരില്ല. ഹോസ്പിറ്റൽ ചെലവ് അങ്ങനത്തെ ഒന്നും വരില്ല. വെള്ളിത്തകടിൽ എഴുതി വെക്കണം. എഴുതി കൊടുക്കാൻ വെള്ളിത്തകടിൽ, പക്ഷെ അതിന് മൂല്യം കാണുന്ന ആൾക്കാർ ചെമ്പ് തകടിൽ എഴുതിയാലും മതി, കുഴപ്പമില്ല. ചെമ്പ് തകടുമ്പോൾ അത്രയും കാശ് വരില്ലല്ലോ. വെള്ളിത്തകടിൽ എഴുതി ഇത് ജപിച്ച് ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് പൈസ ആവില്ലേ? പിന്നെ അത് ചെലവുണ്ടല്ലോ. ഓക്കെ. മറ്റേ ചെമ്പാണെങ്കിലും ജപമൊക്കെ ഒന്നും തന്നെയല്ലേ, തകിടിന്റെ വില മാത്രമേ കുറവുള്ളൂ. അത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ ചെമ്പാകുമ്പോൾ ചില സമയത്തൊക്കെ ഇതായി പോകും. നമ്മൾ ഈ ആയുസ് വർദ്ധിപ്പിക്കാൻ എന്താ ചെയ്യണ്ടേ? ആയുസ് വർദ്ധിപ്പിക്കാനായിട്ട് മനസ്സിലെ ആഗ്രഹങ്ങളില്ലാതിരിക്കുക. അങ്ങനെ ആഗ്രഹങ്ങളല്ല, ഇപ്പോൾ ഒരാൾക്കൊരു സാധനം കിട്ടി, ഇന്ന് എനിക്കത് വേണം, അത് സ്വാഭാവികമായിട്ടും മനുഷ്യർക്കുള്ളതാണ്. അവനൊരു കാറ് മേടിച്ചു, അതേപോലെ തന്നെ എനിക്ക് വേണം, സ്വാഭാവികമാണ്. ആ ആഗ്രഹങ്ങൾ നമ്മൾ കുറയ്ക്കാനായിട്ട് ഒറ്റ മാർഗമുണ്ട്, മനസ്സിനെ ശൂന്യമാക്കുക. അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ദിവസവും രാവിലെ കുളിച്ച് കഴിയുമ്പോൾ കുറേ ജപങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നിട്ട് നമ്മൾ ശിവോഹം എന്ന് ചൊല്ലുക. ശിവോഹം എന്ന് ചൊല്ലിയിട്ട് നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുക. അത് എന്താ ഇഷ്ടമുള്ള നാമം, ശിവനോ നാരായണ എന്താണോ നാമം നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ ഇഷ്ടമുള്ള മൂർത്തി. ഇപ്പോൾ ഗണപതി ആണെങ്കിൽ ഗണപതിയെ എന്ന് വിളിച്ചിട്ട് നമ്മൾ ആ ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് ആ ശ്വാസത്തെ നമ്മൾ പുറത്തേക്ക് വിടുകയാണ്. വിട്ട് കഴിയുമ്പോൾ എത്ര അങ്കുലം ശ്വാസം നമ്മൾ ഒരു അങ്കുലത്തേക്ക് വരുമല്ലോ, ആ അങ്കുലം എത്രയാണെന്ന് വെച്ചാൽ അത് ദിവസവും ഒരു പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ദിവസം 2-3 പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ശൂന്യതയാവും. ശൂന്യത വെച്ചാൽ നമുക്ക് ദുരാഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ആഗ്രഹം ഉണ്ടാവും, ദുരാഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അത് പ്രാക്ടീസ് ചെയ്ത് നല്ലതാണ്. ദുരാഗ്രഹങ്ങൾ ഇപ്പോൾ ഒരാളെ കമ്പയർ ചെയ്യുക, അത് വേണം എനിക്ക് വേണം, അങ്ങനത്തെ ഒരു കമ്പാരിസൺ. അപ്പം തന്നെ ഒന്നിനെയും കണ്ട് ആഗ്രഹിക്കാതെ സ്വയം നമ്മുടെ കാര്യം നടന്നോളും. നമ്മൾ ആഗ്രഹിക്കാതെ നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മളിലേക്ക് വന്നോളും. ചിലർ നമ്മളിപ്പോൾ APJ അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു സാരി വേണമെങ്കിൽ ആകാശത്തോളം സ്വപ്നം കാണാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വപ്നം കാണുന്നത് വേറെ, കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുകൾ കിട്ടുന്നു, അതൊക്കെ വേറെ കാര്യം. പക്ഷെ നമുക്ക് ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ വരില്ലേ മനസ്സിൽ, ആവശ്യമില്ലാത്ത ഇപ്പോൾ അവർക്ക് സാധനം കുശുമ്പ് എന്ന് പറയും. കുശുമ്പല്ലാതെ പക്ഷെ ഒരു വികാരമാണത്. ആ വികാരം വരുമ്പോൾ അവിടെ ആയുസ് കുറയും, പ്രഷർ കൂടും. അപ്പോൾ അവർക്കൊരു സാധനം മേടിച്ചു, എനിക്കില്ല. അവർ നിങ്ങൾ ഈ സാധനം കഴിക്കണം, വീട് വെച്ചു, അതുപോലെ വീട് എനിക്ക് വയ്ക്കണം എന്ന് ആഗ്രഹം നല്ലതാണ്. പക്ഷെ എനിക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് പ്രഷർ കൂടും. അപ്പോൾ അതാണ് ഈ സന്യാസിമാർക്കൊക്കെ ഇത് ആര് പറഞ്ഞതെന്താണെന്നറിയാമോ? എൻ്റെ അമ്മയുടെ അമ്മാവൻ സന്യാസിയാണ്, ശാന്താനന്ദ തീർത്ഥപാദർ എന്ന് പറയും, ഇവിടെ വടയമ്പാടി. അദ്ദേഹം പറഞ്ഞതെന്താ, അപ്പം അങ്ങനെ വരുമ്പോൾ
നമുക്ക് ആയുസ് കൂടും, നമ്മുടെ കാര്യങ്ങൾ പതുക്കെ നടന്നോളും. ഈ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് കൊണ്ട് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് നല്ലതാണ്. അത് ആയുസ് ഉണ്ടാവാനും ചെയ്യും, മരണത്തിനും വേണ്ടി ചെയ്യും, മോക്ഷം കിട്ടാൻ ചെയ്യാന്ന് പറയും മൃത്യുഞ്ജയം. അപ്പം മൃത്യുഞ്ജയം ചെയ്തപ്പോൾ ഒരാൾ മരിക്കാൻ മരണാവസ്ഥ കിടക്കുക, അങ്ങടൂല ഇങ്ങടൂല ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക. അപ്പം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജോമം ചെയ്തിട്ട്, പ്രത്യേകിച്ച് മണപ്പുറത്ത്, നമുക്ക് മണപ്പുറമാണല്ലോ അറിയാവുന്നത്, വേറെ സ്ഥലത്തേക്കാണ് തൃപ്രങ്ങോട്ടൊക്കെ ഉണ്ട്, പക്ഷേ മൃത്യുഞ്ജോമം ചെയ്തിട്ട് ആ പ്രസാദം കൊണ്ടുവന്ന് എല്ലാ അവയവവും തുടിക്കുക, അംഗാവയവങ്ങളെല്ലാം തുടിക്കുക, ആ തീർത്ഥം സേവിപ്പിക്കുക. അപ്പോൾ ഒന്നുകിൽ ആളുകൾ പോരും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകും, ഏതെങ്കിലും തീരുമാനമുണ്ടോ? മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ നല്ലതാണ്. മൃത്യുഞ്ജോമം പുഷ്പാഞ്ജലി ചെയ്യണം. തിലഹോമം മരിച്ചവർക്കുള്ളതാണ്. മരിച്ചു പോയ ശേഷം നമുക്ക് അവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് തിലഹോമം. ഈ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണം പറയാം, തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ, അയാൾ അശ്വതി നക്ഷത്രത്തിൽ മരണപ്പെട്ടു എന്നിരിക്കട്ടെ, മരണത്തിന് ശേഷം അയാളുടെ നാട് തിരുവോണമാണോ അശ്വതിയാണോ? അശ്വതി. അയാളുടെ കർമ്മം ചെയ്യുന്ന അശ്വതിയെ ചെയ്യുള്ളൂ. ബ്രാഹ്മിൻസൊക്കെ തിഥി വെച്ചാൽ ചെയ്യാം, തിഥി ഉണ്ടല്ലോ, പ്രഥമാ തിഥി. പക്ഷെ നമ്മൾ അശ്വതി, പിന്നെ തിരുവോണത്തിന് പ്രാസക്തിയില്ല, കാരണം മരിച്ച ദിവസം അശ്വതിയല്ലേ. അതെ, മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരണപ്പെട്ട ദിവസമാണ് അയാളുടെ നാട്. അതാണ് അയാളുടെ പൂർവാശ്രമം പൂർണ്ണമായി എല്ലാം പോയി. എല്ലാം പോയി. ഓക്കെ. ഓം ഐം ഗ്ലൗം ഓം നമോ ഭഗവതി ഉച്ഛിഷ്ടവാരാഹി ത്രിലോകവശങ്കരി മമ സകല കാര്യം സാധയ ഹുംബൾ സ്വാഹ 108 പ്രാവശ്യം ജപിക്കുന്നത്. അത് രാത്രി ജപിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യസാധ്യം നടക്കും. അതാണ്. അത് കഴിഞ്ഞപ്പോൾ ദേവിക്ക് വഴിപാട് ചെയ്താൽ മതി. ഈ ഒരു സമയത്ത് കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. കുട്ടിച്ചാത്തന്മാരെ ആരാധിക്കുന്ന വിഷ്ണുമായ ക്ഷേത്രങ്ങൾ വളരെ കുറച്ചായിരുന്നു. ഇപ്പൊ അത് മുക്കിന് അതിന്റെ ആചാര്യന്മാരൊക്കെ ആയി. അതുപോലെ ഇനിയിപ്പോ വരാഹി ദേവിയുടെ വരാഹി ദേവിയുടെ ക്ഷേത്രങ്ങൾ. വരാഹി ദേവി എന്ന് പറഞ്ഞാൽ ദേവിയുടെ തന്നെയല്ലേ. കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുമായ അത് പല രൂപത്തിലും ആളുകൾ പല രീതിയിലും ആചരിക്കുക. വരാഹി അങ്ങനെയൊന്നും ആചരിക്കാൻ പറ്റില്ല. വരാഹി ദേവിക്ക് ഒരു പ്രത്യേക സ്റ്റാൻഡ് ഉണ്ട്, ആ സ്റ്റാൻഡിലേ ആചരിക്കാൻ പറ്റുള്ളൂ. വിഷ്ണുമായ നല്ലതാണ്. ഇപ്പോൾ ശരിക്കും മഹാദേവന്റെ കൂളിവാകയിലുണ്ടായ മകനാണ്. മോഹിനി. അതെ, അതിലുണ്ടായ മകനാണ് ഈ വിഷ്ണുമായ. അത് നല്ല ആളാണ്. പക്ഷെ അതിന് പല രീതിയിലും അവർ വളച്ചും മറിച്ചും കരിങ്കുട്ടി, മറ്റേ കുട്ടി, പറക്കുട്ടി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വളച്ച് ഒടിച്ച്. അപ്പോൾ ഒരു മന്ത്രത്തിന് നമ്മൾ ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ വേറെയായി. ഇപ്പം വിദ്വേഷ മന്ത്രം ദുംദുഭവനശി അങ്ങനെയൊക്കെ പറയുമ്പോൾ അതുപോലെ ഒരു വേറെ വിദ്വേഷനായി. അപ്പോൾ ഓരോ മന്ത്രത്തിന് ഒരക്ഷരം മാറിക്കഴിഞ്ഞാൽ സംഗതി മാറി. അപ്പം അങ്ങനെ അതിനെ മാറ്റി മറിച്ചെടുക്കുകയാണ്. പക്ഷേ ഈ വാരാഹി ദേവി അത് പറ്റില്ല, ദേവിയാണത്, ഭദ്രകാളിയാണത്. അവിടെ ഒന്നും അങ്ങനെ നടക്കില്ല. അത് ആരെന്ന് വിളിച്ചാലും അങ്ങോട്ടൊന്നും പോവില്ല, സത്യത്തിന് മാത്രമേ കൂട്ടിക്കോളൂ. വിഷ്ണുമായ സത്യത്തിന് കൂട്ടി നിൽക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വളച്ചൊടിച്ച് ഓരോ രീതിയിലാക്കുകയാണ്. വാരാഹി ക്ഷേത്രങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല, അതിന് പവർ ഉണ്ടാവില്ല. പവർ ഉണ്ടാവില്ല എന്നല്ല, അതുപോലെ പ്രതിഷ്ഠകൾ നടത്തണം. ഒരു പ്രതിഷ്ഠ അങ്ങനെ നിസ്സാര കാര്യമല്ല. പ്രതിഷ്ഠ നടത്താന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ അതായി പറയുന്നത്, ചിലർ പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടി നനവുണ്ടാവാൻ വേണ്ടി ഒരു വരാഹിയുടെ വിഗ്രഹം മേടിക്കും, കൊണ്ടുവയ്ക്കും. എന്നിട്ട് അത് കൃത്യമായിട്ട് ആചരിക്കാൻ പറ്റില്ല, ദോഷമായിട്ട് തിരിച്ചടിക്കുന്നത്. തിരിച്ചടി വരും. ശിവലിംഗം കൊണ്ടുവച്ച് അത്രയില്ല, ഇഷ്ടോടെ ചെയ്താൽ മതി. പക്ഷെ വാരാഹി എന്ന് പറഞ്ഞ രൗദ്ര രൂപമുള്ള ദേവന്മാരെ നമ്മൾ, ഹനുമാൻ, അതുപോലെ രൗദ്രമായിട്ടുള്ള നരസിംഹം, ഇവരെ കൊണ്ട് ആരാധിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരാധിച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കും. അപ്പം അങ്ങനത്തെ നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പം നാമം ചെല്ലാം. ഇപ്പോൾ നരസിംഹത്തിൻ്റെ ഫോട്ടോ വയ്ക്കില്ല, നരസിംഹവും ലക്ഷ്മിയും കൂടി വയ്ക്കുള്ളൂ. ഹനുമാൻ്റെ വയ്ക്കില്ല, വയ്ക്കാം. ഈ കുടുംബ വളർത്ത് വയ്ക്കില്ല. അപ്പോൾ പട്ടാഭിഷേകം വയ്ക്കും. നടരാജൻ്റെ വയ്ക്കില്ല, നടരാജൻ്റെ പകരം ശിവകുടുംബം വയ്ക്കും. അപ്പം അതൊക്കെ രൗദ്രത കൂടും. അതാണ് ഭദ്രകാളിയുടെ വയ്ക്കില്ല. ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ഭഗവാന്മാർക്ക് നല്ല കാലവും മോശക്കാലവും ഉണ്ടല്ലോ. അവിടെ പൂജാവിധികളനുസരിച്ചല്ലേ വരുന്നത് ഉണ്ടാവുമല്ലോ. ചില ക്ഷേത്രങ്ങളൊക്കെ തകർന്ന് തരിപ്പുടായി കിടക്കും. ഭഗവാന്റെ സമയം ശരിയല്ല എന്ന് പറയും. ഭഗവാന്റെ സമയമല്ല ശരി, പൂജാരികളുടെ സമയം ശരിയല്ല. പൂജാരികൾ ശരിയായ രീതിയിൽ പൂജിക്കാത്തതുകൊണ്ടാണ്. പണ്ട് നമ്പൂതിരിമാരുടെ കുത്തകയായിരുന്നു, ഇപ്പം അതൊക്കെ മാറി. എല്ലാ ജാതിയിലും. അപ്പോൾ അങ്ങനെ അമ്പലങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കാത്തത് കൊണ്ടല്ലേ തോമസ് ലേഖ ഇതൊക്കെ ഇവിടെ വന്ന് മലയാറ്റൂരൊക്കെ പള്ളി അമ്പലം, എടപ്പള്ളി ശിവന്റെ അമ്പലമായിരുന്നു. ഞാനിതുപോലെ ഒരു അമ്പലത്തിൽ പോയി, ഒരിക്കൽ ഒരു പള്ളിയിൽ പോയി. എവിടെയാണെന്ന് അറിയുമോ? മുതലക്കുടം പള്ളി പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് കണ്ട ശിവനും പാർവതിയുടെ സാന്നിധ്യം കണ്ടത്. ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ ശരിയാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആരാധനകളൊക്കെ ഉണ്ട്. ശിവന്റെ ക്ഷേത്രമായിരുന്നു പറയണത്, പറഞ്ഞു കിടക്കണത്. നമുക്ക് അറിഞ്ഞൂടാത്. ഗണപതി, ശിവൻ, വിഷ്ണുനൊക്കെ ഉണ്ടല്ലോ അവിടെ അടുത്തിട്ട്. അപ്പോൾ നമ്മൾ ആരാധന മുടങ്ങുമ്പോൾ ആരാധിക്കാൻ ആരും ചെയ്യും. ഇപ്പോൾ ഒന്നും അങ്ങനെ മുടങ്ങുന്നില്ല. അപ്പോൾ അതിന് പ്രത്യേക വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. നശിച്ചു പോയ ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കേണ്ടവർ. പിന്നെ ഗുരുവായൂരമ്പലം ഈ നശിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്.
ഊരാത്മകൾ വരുന്നുണ്ട്. ഇപ്പം കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞ ഇപ്പം ഞങ്ങളുടെ മുക്കംകുറിഞ്ഞി അമ്പലം കുടുംബക്ഷേത്രമായിരുന്നു. ഒരിടയ്ക്ക് ഓരോരുത്തർക്ക് ഭാഗം വെച്ചിരിക്കായിരുന്നു. ചിലർക്കത് ആചരിക്കാൻ പറ്റാണ്ട് വരും, അവരൊരു സ്ഥലത്തുണ്ടാവില്ല, അപ്പോൾ അത് അടഞ്ഞു കിടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദോഷം വന്നപ്പോൾ എന്ത് ചെയ്ത് വേഗം എല്ലാ കുടുംബക്കാരും ചേർന്ന് ട്രസ്റ്റ് ഉണ്ടാക്കി. ഇപ്പം അമ്പലം സൂപ്പറായിട്ട് വരുന്നു. ഈ കിളിമാട് മുക്കംകുറിഞ്ഞി ഭയങ്കര ശക്തിയുള്ള ഭഗവാനാണ്. അപ്പോൾ അത് ദൈവന്മാരുടെ കഷ്ടകാലമല്ല, മനുഷ്യന്മാരുടെ കാലമാണ് അത്. എന്തായാലും ജാതക ദോഷങ്ങൾ, ജ്യോതിഷപരമായ സംശയങ്ങൾ, ചില കർമ്മങ്ങൾ, നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ എന്നിവയ്ക്ക് ഡോക്ടർ രാജലക്ഷ്മി കോൺടാക്ട് ചെയ്യാൻ ഞങ്ങൾ നമ്പർ കൊടുക്കാം. ആവശ്യമുള്ളവർ വിളിക്കുക. കൂടുതലും വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക അല്ലേ? വിളിക്കും. ഓക്കെ, എന്തായാലും നന്ദി, നമസ്കാരം.